വിമത എംഎൽഎമാരെ തിരിച്ചെടുക്കാൻ പാർട്ടി ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. എം.വി. ജയരാജൻ ചാനലിനോട് പറഞ്ഞത് ക്ലോസ്ഡ് ചാപ്റ്ററാണെന്നും ഇ.പി. പറഞ്ഞു. വിഴിഞ്ഞത്ത് വിവാദമുണ്ടാക്കുന്നതിനോട് യോജിപ്പില്ല, ആക്ഷേപമുള്ളവർ ഉന്നയിക്കട്ടെ എന്നും തനിക്ക് ആക്ഷേപമില്ലെന്നും ഇ.പി. കീച്ചേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വിമത എംഎൽഎമാരെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനവും സിപിഎം എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പറഞ്ഞു. എം.വി. ജയരാജൻ പറഞ്ഞത് പാർട്ടി തീരുമാനമല്ല, ജയരാജൻ തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു തീരുമാനം സിപിഎമ്മിലില്ല, അത് വസ്തുതയാണ്. അത് സിപിഎം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയരാജൻ നടത്തിയിട്ടുള്ള അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചു. അത് ചാനൽ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ടേ ആരും കാണുന്നുള്ളൂ, ഒരു പാർട്ടി തീരുമാനമായിട്ടൊന്നും ആരും കാണുന്നില്ല. ആ ചർച്ചയിൽ വന്ന കാര്യങ്ങൾ തന്നെ സിപിഎം പരിശോധിച്ചു. അത് ജയരാജൻ തന്നെ ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ അഭിപ്രായമാണ്. അത് പാർട്ടിയുടെ നയമല്ല, തീരുമാനമല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, അതാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ അദ്ദേഹത്തിനുണ്ടായതിൽ അദ്ദേഹം അത് സ്വയം വിമർശനപരമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ അതിനൊരു ചർച്ചക്കൊന്നും വിധേയമാക്കേണ്ടതല്ല, അടഞ്ഞ് ക്ലോസ് ചാപ്റ്ററാണ്. എം.വി. ജയരാജൻ ചാനലിലൂടെ പറഞ്ഞത് ക്ലോസ്ഡ് ചാപ്റ്ററാണ്. പുറത്തുപോയവരെ തിരിച്ചെടുക്കുക എന്നത് ഇപ്പോൾ പാർട്ടിയുടെ മുന്നിലുള്ള വിഷയമല്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉള്ളവർക്ക് അഴിമതി ആരോപണം ഉന്നയിക്കാം. കെ രാഗേഷ് അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചതാകാം. താൻ അത്തരം ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും ഇ.പി. പറഞ്ഞു. ഏതെങ്കിലും ആളുകൾക്ക് അഴിമതി നടന്നു എന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ഉന്നയിക്കട്ടെ. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രിമാർ, വിജിലൻസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, അവരെല്ലാം അന്വേഷിക്കട്ടെ. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആക്ഷേപം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വകുപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം വന്ന് നീങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് ആ പദ്ധതിയുമായും പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ പദ്ധതിയായിട്ട് എനിക്ക് ബന്ധമുണ്ടാവും. അപ്പോൾ ആ പദ്ധതിയെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോഴൊരു അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ പറയുന്നതിനൊക്കെ തെറ്റ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു ദുര്യോഗം. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ അവരവരുടെ നിലവാരം കാത്തു സൂക്ഷിക്കണം. രാഷ്ട്രീയ നേതാക്കൾ അവരവരുടെ നിലവാരം കാത്തു സൂക്ഷിക്കണം. ഇതെന്തും പറയാനുള്ള വേദിയായി രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തിയാൽ അത് ജനങ്ങളിൽ എല്ലാ രാഷ്ട്രീയത്തോടും പരിഹാസമായിരിക്കും. അതവർ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കാൻ എല്ലാ പാർട്ടിക്കാർക്കും ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് താൽപര്യം വിവാദമുണ്ടാക്കാനാണ്, ഭരിക്കാൻ താൽപര്യമില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിനു വേണ്ടി CPI അവകാശവാദം ഉന്നയിച്ചാൽ ചർച്ചകൾ നടക്കും. അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.